2025 മാർച്ച് 29 ശനി മീനം രാശിയിലേക്ക് എത്തി. 2025 മെയ് 14 വ്യാഴം മിഥുനം രാശിയിലെത്തുകയാണ്. 2025 മെയ് മാസം 19 മുതൽ രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും വരും. ഇതിലുപരി അല്പനാളായി ചൊവ്വയും ബലമില്ലാതെ കർക്കടകം രാശിയിൽ നിലകൊള്ളുകയാണ്. ഈ ഗ്രഹസ്ഥിതി പിന്നെ ബുധനുണ്ട്, ശുക്രനുണ്ട്, ചന്ദ്രനുണ്ട്, ആദിത്യനുണ്ട്, ഗുളികന്റെ സ്ഥിതിയുണ്ട്. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 27 നാളിനെ കുറിച്ചും എന്നാൽ 27 നാളും കൂടി ഉൾക്കൊള്ളുന്ന 12 രാശി 12 കൂറിനെ കുറിച്ച് ഇനി വരുന്ന കുറച്ചു കാലം എങ്ങനെ ആയിരിക്കുമെന്നുള്ള ഒരു ഏകദേശ ധാരണയാണ് ഞാനിവിടെ വ്യക്തമാക്കാൻ പോകുന്നത്. മേടം രാശിയിൽ അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ പാദവുമാണ്. ഇത്രയും നക്ഷത്രങ്ങളുടെ കൂറ് മേടക്കൂറാണ്. ഇവർക്ക് മാർച്ച് 29 മുതൽ 7.5 ശനി ആരംഭിച്ചു. 7.5 വർഷം അനുകൂലമല്ലാത്ത രീതിയിൽ ശനി ജന്മരാശിയുടെ ഇടം വലം ഭാഗത്തും ജന്മരാശിയിലും നിലകൊള്ളുന്ന 7.5 വർഷമാണ് സാധാരണ നമ്മൾ 7.5 ശനി, 7.2 ശനി എന്നൊക്കെ പറയും. ഈ സമയത്ത് ശനിയുടെ വിപരീതാനുഭവം കുറച്ചെടുക്കാൻ അയ്യപ്പൻ, ശാസ്താവ്, ആഞ്ജനേയൻ, ശനീശ്വരൻ എന്നീ ദേവതകളെ ഭജിക്കുകയും ശനിയാഴ്ച വ്രതമെടുക്കുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാജനം നടത്തുകയും ഒപ്പം ഇതിലെല്ലാം ഉപരിയായി ഞാൻ 7.5 ശനിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന ഒരു സ്വയം ധാരണയോടുകൂടി ക്ഷമയും ദീർഘവീക്ഷണവും ആലോചനാശേഷിയും നിലനിർത്തി മൂല്യബോധത്തോടെ നീങ്ങുകയാണെങ്കിൽ ഈ ശനിദോഷം കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്തുകൂടെ പോകുമെന്ന് പറഞ്ഞതുപോലെ ഈ മേടക്കൂറുകാർക്ക് യാതൊരു ദോഷവും ഉണ്ടാക്കില്ല. ഇപ്രകാരം മേടം മാത്രമല്ല 12 രാശിയിലും പെട്ടവർക്ക് 12 കൂറിലും പെട്ട 27 നാളുകാർക്കും ശനിദോഷം മാറ്റാൻ ഇപ്രകാരം ചെയ്യാവുന്നതേ ഉള്ളൂ.
ഇതേ കൂറുകാർക്ക് 14 തീയതി വ്യാഴം 3-ലെത്തുകയാണ്, മിഥുനത്തിലെത്തുകയാണ്. സ്വാഭാവികമായും വ്യാഴത്തിന്റെ നില ഒരു സമ്മിശ്ര ഫലം തരും. ഗുണം മാത്രമായിരിക്കില്ല, ദോഷവും മാത്രമായിരിക്കില്ല. ഇതേ മേടം രാശിക്ക് രാഹു 18 തീയതി കഴിയുമ്പോൾ മേടത്തിന്റെ 11ാം രാശിയിലും കേതു മേടത്തിന്റെ 5ാം രാശിയിലും എത്തിച്ചേരുകയാണ്. പതിനൊന്നാം രാശിയിലെ രാഹു പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള വരുമാനം നൽകാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ വരുമാനം സ്വീകരിക്കുന്നത് ശ്രദ്ധിച്ച് സ്വീകരിക്കണം. കാരണം രാഹുവാണ്. ചിലപ്പോൾ ആ വരുമാനം സ്വീകരിച്ചതിന്റെ പേരിൽ ബുദ്ധിമുട്ടും ഉണ്ടാകും. ആത്മസ്ഥാനത്ത് കേതു വരുന്നതിനാൽ മനസ്സിൽ ഒരു അശാന്തി. കേതുവിന് ഏതു വേണ്ട, കേതുവിന് കാരണം കൂടാതെ തന്നെ കേതു പല ദുരനുഭവവും തരുമെന്നാണ് പ്രമാണം. അതിനാൽ ആത്മസ്ഥാനത്ത് കേതു നിലനിൽക്കുന്നതിനാൽ ചാമുണ്ടിയെയും ഗണപതിയെയും നല്ലവണ്ണം ഭജിക്കുകയും രാഹുവിന്റെ ദോഷം മാറുന്നതിന് സർപ്പപ്രീതി വരുത്തുകയും ചെയ്യുക. ഇതിലും ഉപരി മേടക്കാർക്കുള്ള മറ്റൊരു വർത്തമാന ഫലം, അവരുടെ ജന്മാധിപനായ ചൊവ്വ ബലമില്ലാതെ 4-ൽ നിൽക്കുകയാണ്. യാത്രകളിൽ, വാഹനം ഓടിക്കുന്നതിൽ, ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകിച്ചും ഭൂമിപരമായ കാര്യത്തിൽ വല്ല തർക്ക വിതർക്കങ്ങൾക്ക് അവസരമുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ക്ഷോഭം വരാതെ ക്ഷമാപൂർവം അതിനെ കൈകാര്യം ചെയ്യുകയും അത് കടുപ്പമുണ്ടെന്ന് തോന്നിയാൽ മുരുകനോ ഭദ്രകാളിക്കോ നിങ്ങളാലാകുന്ന തരത്തിലുള്ള അർച്ചനയോ പൂജയോ ഭജനമോ നടത്തി മുന്നോട്ട് പോവുകയും ചെയ്യുക. പൊതുവിലെടുത്തു പറഞ്ഞാൽ മേടക്കൂറുകാർ ഒരു വശത്ത് നല്ല ജാഗ്രത നിലനിർത്തുകയും മറുവശത്ത് നല്ലവണ്ണം അധ്വാനിക്കുകയും ചെയ്യുക. അപ്പോൾ തൊട്ടിയിൽ നിന്ന് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് പോലെ കുറച്ച് വെള്ളം തിരിച്ച് നഷ്ടപ്പെട്ടെന്നിരിക്കും കോരിയെടുക്കുമ്പോൾ, പക്ഷെ ബാക്കി നമുക്ക് കൈ കിട്ടും, അത് ശേഖരിക്കുകയും ചെയ്യാം. അല്പസ്വല്പ നഷ്ടവും, എന്നാൽ അതിനേക്കാൾ എത്രയോ നേട്ടവും നിലനിർത്താൻ ജാഗ്രത നിർത്തുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ് ഈ വ്യാഴത്തിൻ്റെയും രാഹുവിൻ്റെയും കേതുവിൻ്റെയും ശനിയുടെയും ചൊവ്വയുടെയും നിലയും മാറ്റവും നൽകുന്നത്. അടുത്ത രാശി ഇടവമാണ്. കാർത്തികയുടെ അവസാനത്തെ മുക്കാലും രോഹിണിയും മകയിരം നക്ഷത്രത്തിന്റെ
ആദ്യത്തെ പകുതിയും ചേർന്നതാണ് ഇടവക്കൂർ, ഇടവരാശി. ഇവർക്ക് ശനി ലാഭസ്ഥാനത്താണ്. ഇവർക്ക് ഈ മെയ് 14 വ്യാഴം ജന്മത്തിൽ നിന്നും 2 മാറുകയാണ്. ഇവർക്ക് മെയ് 19 മുതൽ രാഹു കർമ്മസ്ഥാനത്തും കേതു 4 ചൊവ്വ 3 വരികയാണ്. അയ്യപ്പ പ്രീതി, അതുപോലെ നേരത്തെ സൂചിപ്പിച്ച ശനി അനുകൂലമാകുന്നതിനുള്ള കാര്യങ്ങൾ ഈ ഇടവക്കൂറുകാർ ചെയ്താൽ നെയ്യപ്പത്തിന് നെയ്യ് കൂടുന്നത് നല്ലതെന്ന് പറയുന്നത് പോലെ ശനി കുറെ കൂടി ഗുണം ചെയ്യാൻ സഹായിക്കും. വ്യാഴവും ഇടവക്കൂറുകാർക്ക് 2 വരികയാണ്. അപ്രതീക്ഷിതമായി ധനം ലഭിക്കാനും കൂടുതൽ മിത്രങ്ങളെ കിട്ടാനും കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടന്നു കിട്ടാനും എല്ലാം കൊണ്ടും കുറെ കൂടി ഗുണകരമായ ഒരു സൂചനയാണ് വ്യാഴം തരുന്നത്. എന്നാൽ രാഹു കർമ്മരംഗത്ത് നിൽക്കുന്നതിനാൽ കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മൾ അറിയാതെ, മനസ്സറിയാതെ അവിചാരിതമായി കർമ്മരംഗത്ത് ചില പിഴകൾ വരികയും പിഴവുകൾ ഉണ്ടാവുകയും വിപരീതമായ അവസ്ഥകൾ വരികയും ഒക്കെ ചെയ്യാം. വീട്ടിലും ഉറ്റവർക്കോ ഉടയവർക്കോ പല രീതിയിലുള്ള ബുദ്ധിമുട്ട് വന്ന് അതിൻ്റെ പരിഹാരത്തിനു വേണ്ടി കുറെ ശ്രമിക്കേണ്ടതായിട്ടും വരാം. ഒപ്പം ഇതുവരെ സുഹൃത്തുക്കളായിരുന്നവരുടെ ഭാഗത്തു നിന്ന് കുറച്ചു കാലത്തേക്ക് ചില അനിഷ്ടങ്ങളും ഉണ്ടാകും. എന്തായാലും ഇടവം രാശിക്കാർക്ക് താരതമ്യേന ഗുണാനുഭവം കൂടിയതും ദോഷാനുഭവത്തിന്റെ അളവ് കുറഞ്ഞതുമായ ഒരു ഫലമാണ് ഈ ശനിയുടെയും വ്യാഴത്തിൻ്റെയും മാറ്റം കൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. രാഹുവിൻ്റെയും കേതുവിൻ്റെയും ചൊവ്വയുടെയും കൊണ്ട് ശ്രദ്ധിച്ചാൽ ഒഴിഞ്ഞു മാറാവുന്ന ദോഷങ്ങളെ അതിലും സൂചിപ്പിക്കാനുള്ളൂ. അതിനാൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് നീങ്ങിയാൽ കഴിഞ്ഞ 2.5 വർഷക്കാലം കണ്ടകശനിയുടെ പിടിയിലായിരുന്ന ഇടവക്കൂറുകാർക്ക് ശനിദോഷം വിട്ട് ഒരു പുരോഗതിയിലേക്ക് പോകാൻ, പ്രത്യേകിച്ചും ഇടവം ശുക്രക്ഷേത്രവും കൂടി ആയതിനാൽ ഗ്രഹം നിലവിലുണ്ടെങ്കിൽ അത് നന്നാക്കുക, പുതിയ ഗ്രഹം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം, വാഹനം മാറ്റിയെടുക്കൽ, പുതിയത് വാങ്ങൽ, ചുരുക്കത്തിൽ വീട് വയ്ക്കാനും വാഹനം വാങ്ങാനും ഒപ്പം മറ്റു കാര്യങ്ങൾക്കും വളരെ നല്ലതാണ്.
ഈ ഇടവൻ രാശിയിൽ കല, സംഗീതം തുടങ്ങിയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുരസ്കാരങ്ങളോ അംഗീകാരങ്ങളോ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കീർത്തിയോ മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈശ്വരാധീനവും കൂടി നിങ്ങൾ ഒരുമിപ്പിച്ചാൽ നിങ്ങളിലുള്ളതായ ആ സർഗവൈഭവം, ഈശ്വരാധീനം അതിൽ ബന്ധപ്പെടുമ്പോൾ അത് വർണ്ണരാജിയായി വികസിച്ച് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും. അടുത്തത് മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശിയിൽ മകയിരത്തിൻ്റെ രണ്ടാം പകുതിയും തിരുവാതിരയും പുണർതത്തിൻ്റെ ആദ്യ മുക്കാലും കൂടി ചേർന്നതാണ് മിഥുന രാശി. മിഥുനക്കൂറുകാർക്ക് ഈ മാർച്ച് 29 മുതൽ കണ്ടക ശനി എത്തിയിരിക്കുക. കണ്ടകം എന്ന വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് മുള്ള് എന്നാണ്. ഇനി വരുന്ന 2.5 വർഷം എന്തിൽ തൊട്ടാലും ഏതിൽ തൊട്ടാലും ഒരു ചെറിയ വേദന, മുള്ളു കൊണ്ടതുപോലെ ഒന്ന് വരാം. അത് കൂടുതൽ വേദനയായി വളരാതിരിക്കാനും അത് ആവർത്തിക്കാതിരിക്കാനും മേടൻ രാശിയിൽ ശനിദോഷം മാറാൻ സൂചിപ്പിച്ച പരിഹാരം മിഥുനൻ രാശിക്കാരൻ ചെയ്യുക. ഇവർക്ക് മെയ് 14 തീയതി വ്യാഴം ജന്മത്തിലും മെയ് 19 രാഹു 9 എത്തിച്ചേരുക. കേതു ആകട്ടെ 3, ചൊവ്വയാകട്ടെ 2. അതിനാൽ ആദ്യമേ ഒരു കാര്യം സൂചിപ്പിക്കാം. ചൊവ്വ മിഥുനൻ രാശിയുടെ ലാഭാധിപനാണ്. ഈ മിഥുനൻ രാശിക്കാർ ഇനിയുള്ള അല്പകാലം സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ജാഗ്രത വേണം. നിങ്ങളുടെ ധനസ്ഥാനത്ത് ബലമില്ലാതെ നിങ്ങളുടെ ലാഭാധിപൻ നിൽക്കുകയാണ്. ആധുനിക കാലത്ത് ഇൻവെസ്റ്റ്മെന്റും പലതരത്തിലുള്ള പണപരമായ ഇടപാട് പെട്ടെന്ന് തീരുമാനമെടുത്ത് ചെയ്യുന്നവരാണ് കൂടുതലുള്ളത്. വരും വരായിക ചിന്തിച്ച് ഈ മിഥുനക്കൂറുകാർ സാമ്പത്തികം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത് വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറിയെന്ന് വരാം. നല്ലവണ്ണം സർപ്പപ്രീതിയും ചാമുണ്ഡി ഗണപതി ഭജനവും നടത്തണം. എങ്കിൽ നിങ്ങളുടെ ഭാഗ്യം കുറെ കൂടി തിളക്കമറ്റതാവുകയും അങ്ങനെ കുറെ കൂടി തിളക്കം വരുമ്പോൾ നിങ്ങൾക്ക് യാതൊരു ഭാഗ്യക്കുറവും വരാതിരിക്കുകയും ചെയ്യും. ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം ശാരീരികമായി അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ ശാരീരികമായ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വിഷ്ണു ഭജനവും ധന്വന്തരി മന്ത്രത്തിൽ ധന്വന്തരി ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ അർച്ചന നടത്തുകയും ചെയ്യുക.
ഒപ്പം ശനി 10 നിൽക്കുന്നതിനാൽ ആയുരാരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം ശിവക്ഷേത്രത്തിൽ ആയുർബലത്തിനായി മൃത്യുഞ്ജയ അർച്ചനയും നടത്തുന്നത് നന്നായിരുന്നു. അടുത്തത് കർക്കടകം രാശിയാണ്. പുണർദത്തിന്റെ അവസാന പാദവും പൂയവും ആയില്യവും കൂടി ചേർന്നതാണ് കർക്കടകം. കർക്കടകം രാശിക്കാർ കഴിഞ്ഞ 5 വർഷം മൂക്കുകൊണ്ട് ഇക്ഷ എഴുതുന്നത് പോലെ ചില വിപരീതങ്ങൾ അനുഭവിച്ചാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. കണ്ടകശനിയും അഷ്ടമശനിയും കഴിഞ്ഞ് ഇപ്പോൾ ശനി കർക്കടകത്തിന് ഭാഗ്യസ്ഥാനത്തെത്തിയിരിക്കുക. ഈ ശനി നിങ്ങളെ മന്ദീഭവിപ്പിച്ചതോ നിശ്ചലമാക്കിയതോ ആയ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വീണ്ടും എത്തിച്ചേരുന്നതിന് വേണ്ടി അയ്യപ്പ ഭജനവും ശനീശ്വര ഭജനവും ആഞ്ജനേയ ഭജനവും നടത്തിയാൽ വരുന്ന 2.5 വർഷം കൊണ്ട് കഴിഞ്ഞ 5 വർഷത്തെ കുറവ് നിങ്ങൾക്ക് പരിഹരിച്ചെടുക്കാൻ കഴിയും. ഈ കൂറുകാർക്ക് വ്യാഴം വ്യയസ്ഥാനത്താണ്. കർക്കടക രാശിക്കാർക്ക് മനസ്സറിയാതെ ചെലവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ചെലവ് കുറയുന്നതിനായി വിഷ്ണുപ്രീതിയും വരുത്തുക, ഒപ്പം ഭാഗ്യസൂക്ത അർച്ചനയും നടത്തിക്കൊണ്ടിരിക്കുക. ഒപ്പം മൃത്യുഞ്ജയ അർച്ചനയും ശിവക്ഷേത്രത്തിൽ നടത്തണം. അതിലുപരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശ്വാസ സംബന്ധമായും വിഷസംബന്ധമായും ഉള്ള പ്രശ്നങ്ങളൊന്നും വരാതെ, നമ്മൾ സാധാരണ പറയുമല്ലോ സ്കിൻ അലർജി, ആസ്മ, നമ്മുടെ ഉള്ളിലുള്ള പല തരത്തിലുള്ള പ്രാണനെ ബുദ്ധിമുട്ടിക്കുന്ന പല അസുഖങ്ങളും ഉള്ള ഈ കൂറുകാർ കൂടുതൽ ജാഗ്രത നിലനിർത്തണം. കാരണം നിങ്ങളുടെ ആയുർ സ്ഥാനത്ത് രാഹുവാണ് നിൽക്കുന്നത്, സർപ്പമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനാൽ സർപ്പപ്രീതിയും വരുത്തണം. നിങ്ങളുടെ ദിനചര്യയിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കഴിച്ചുകൂടാത്തത്, തൊട്ടുകൂടാത്തത്, ഇടപെട്ടുകൂടാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. കാരണം രാഹു വിഷത്തിന്റെ പ്രതീകം. ഈ വിഷവുമായുള്ള ബന്ധം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈഷമ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വർദ്ധിക്കാൻ കാരണമായി തീരും. മറ്റൊരു കാര്യം, വരുന്ന കുറച്ച് കാലയളവ് ഈ രാശിക്കാർ വർത്തമാനത്തിൽ വളരെ ശ്രദ്ധിക്കണം. കൈവിട്ട കൊണിയെന്ന് പറഞ്ഞ കമ്പ്, നമ്മൾ വല്ലതും മാങ്ങ വല്ലതും കിട്ടുന്നതിന് വേണ്ടി എറിയുന്നത്, കൈവിട്ട കമ്പും നാവ് വിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഈ കൂറുകാർ വർത്തമാനം പറയുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ, എൻ്റെ വാക്കുകൊണ്ടാണല്ലോ ഇങ്ങനെ വന്നത് എന്ന് പശ്ചാത്തപിക്കേണ്ട അവസരം വരും. അതിനാൽ വർത്തമാനത്തിൽ കുറച്ചു കാലം വളരെ ശ്രദ്ധിക്കണം. ചാമുണ്ടിയെയും ഗണപതിയെയും കൂടി ഭജിക്കുകയും ചെയ്യുക.
ഇതാണ് കർക്കിടക കൂറുകാർ ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ മാറ്റത്തിന് മാത്രമല്ല, ഈ കർക്കിടകൻ രാശിക്കാർക്ക് ജീവിതം മൊത്തം പാലിക്കേണ്ട ഒരു കാര്യവും കൂടി സൂചിപ്പിക്കാം. കർക്കിടകം ചന്ദ്രന്റെ രാശിയാണ്. ചന്ദ്രനുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല ഒരു ഉപാസനാ മാർഗമാണ് പൗർണമി. ഈ മെയ് 12 ചിത്ര പൗർണമിയാണ്. എല്ലാ മാസത്തിലും പൗർണമി വരും. ഈ പൗർണമി അഥവാ വെളുത്ത വാവ് ദിവസം ഈ കർക്കിടക കൂറുകാർ വ്രതമെടുക്കുകയും അല്ലെങ്കിൽ വിത്ത് ഡിഫറൻസ് ഒരു വ്യത്യസ്തമായ രീതിയിൽ ഈശ്വരോന്മുഖമായി ജീവിക്കുകയും ചെയ്താൽ അവർക്ക് ജാതകത്തിൽ പോലും സൂചിപ്പിച്ചിട്ടില്ലാത്ത പലവിധ ഗുണാനുഭവങ്ങൾ ഉണ്ടായി കണ്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇനി അടുത്ത രാശി ചിങ്ങമാണ്. ചിങ്ങം രാശിക്ക് മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യത്തെ പാദം ചേർന്നതാണ്. ഈ ചിങ്ങൻ രാശിക്ക് നിലവിൽ അഷ്ടമശനിയാണ്. ശനി വിപരീതമായി നിൽക്കുകയാണ്. അതിനാൽ ചിങ്ങൻ രാശിക്കാരായിട്ടുള്ള നക്ഷത്രക്കാർ മൃത്യുഞ്ജയ അർച്ചന അവരവരുടെ നാളുതോറും ശിവക്ഷേത്രത്തിൽ നടത്താൻ ശ്രദ്ധിക്കുകയും വരുന്ന 2.5 വർഷത്തേക്ക് അയ്യപ്പ ഭജനം, ആഞ്ജനേയ ഭജനം, ശനീശ്വര ഭജനം കുറഞ്ഞു പോകാതെ ശ്രദ്ധിക്കുകയും ചെയ്യാം. മെയ് 14 വ്യാഴം ഇവർക്ക് ലാഭസ്ഥാനത്ത് വരികയാണ്. ചിങ്ങൻ രാശിക്കാർക്ക് വ്യാഴം ലാഭസ്ഥാനത്ത് വന്നാലും ഒരു മിശ്ര ഫലമേ കിട്ടുകയുള്ളൂ. വിപരീതം ഉണ്ടാകില്ല. അതുകൊണ്ട് വിഷ്ണു പ്രീതി വരുത്തുകയും വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോവുകയും വിഷ്ണു ക്ഷേത്രത്തിലോ ദേവീ ക്ഷേത്രത്തിലോ ഭാഗ്യസൂക്തം തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ മേൽ സൂചിപ്പിച്ച വിപരീതം മാറി ഈ ചിങ്ങരാശിക്കാർക്ക് ലാഭം കൂടുതൽ ലഭിക്കുന്നതിന് കാരണമാകും. മറ്റൊന്ന്, ഈ ചിങ്ങൻ രാശിയുടെ ഭാഗ്യാധിപതിയായ ചൊവ്വ വ്യയസ്ഥാനത്ത് വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ. അതിനാൽ ഭാഗ്യം കിട്ടുമെന്ന് അറിഞ്ഞുടനെ അതിലേക്ക് വേണ്ടി എടുത്തു ചാടുന്ന സ്വഭാവമുണ്ടെങ്കിൽ അവിടെ അല്പ വിവേകം കാണിക്കണം. ഭാഗ്യാധിപൻ മറഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് എല്ലാ രംഗങ്ങളും ഇടപെടുന്നിടത്തും, പണപരമായി ഇടപെടുന്നിടത്തും അല്ലാത്ത രംഗത്തുമെല്ലാം അതിൻ്റെ വരും വരായിക ഒന്നുകൂടി വിലയിരുത്തി വേണം ഇടപെടേണ്ടത്. മറ്റൊന്ന്, ഈ മെയ് മാസം 19 മുതൽ രാഹു 7-ലും കേതു ജന്മത്തിലുമാണ്. കേതു ജന്മത്തിലായതിനാൽ ശരീരത്തിന് പലതരത്തിലുള്ള ചില വൈഷമ്യങ്ങൾ വരാം. 7-ൽ രാഹു ആയതിനാൽ ജീവിത പങ്കാളിക്കും ചില വൈഷമ്യങ്ങൾ വരാം. അത് ഒഴിവാകുന്നതിന് ചാമുണ്ഡി ക്ഷേത്രം, ഗണപതി ക്ഷേത്രം,
സർപ്പസന്നിധികൾ എന്നീ സ്ഥലങ്ങളിൽ പോയി ഈശ്വരോപാസന നടത്തുക. ചുരുക്കത്തിൽ ഈ 12 രാശികളിൽ തൽക്കാലം ഒന്ന് വിലയിരുത്തി പറഞ്ഞാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട രാശിക്കാർ ചിങ്ങരാശിയാണെന്ന് പറയേണ്ടി വരും. ഇത് ഭയപ്പെടുത്താൻ പറയുകയല്ല, ശ്രദ്ധ മനസ്സിൽ വരുത്താൻ വേണ്ടി പറയുകയാണ്. ഇതാണ് ചിങ്ങം രാശിയുടെ തൽക്കാലത്തെ ഫലം. അടുത്തത് കന്നി രാശിയാണ്. ഉത്രത്തിന്റെ അവസാന മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യ പകുതിയും ചേർന്നതാണ് കന്നി രാശി. ഈ കന്നി രാശിക്ക് കണ്ടക ശനിയാണ് മാർച്ച് 29 മുതൽ. അതിനാൽ മറ്റു രാശിക്കാർക്ക് പറഞ്ഞതായ ശനിദോഷം മാറ്റുന്നതിനുള്ള പ്രതിവിധി കന്നി രാശിക്കാരും 2.5 വർഷം നിർവഹിച്ചേ പറ്റൂ. എന്നു മാത്രവുമല്ല, കന്നി രാശിക്കാർ ഈ ശനീശ്വര പ്രീതി വരുന്ന 2.5 വർഷത്തേക്ക് നിർബന്ധമായി തുടരണം. ഈ കന്നി രാശിക്കാർക്ക് മെയ് 14 കർമ്മസ്ഥാനത്തേക്ക് വ്യാഴം വരികയാണ്. നിശ്ചയമായും ഈ രാശിക്കാർ താമസ സ്ഥലം നന്നാക്കുകയോ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് മാറി താമസിക്കുകയോ തൊഴിൽപരമായി സ്വദേശത്തു നിന്ന് വിദേശത്തേക്ക് പോവുകയോ അവര് പോയില്ലെങ്കിൽ അവരുടെ മക്കൾ വിവാഹം കഴിഞ്ഞു മാറുകയോ, ഇങ്ങനെ താമസവും തൊഴിലും മറ്റു കാര്യങ്ങളും ജീവിത ഇടങ്ങളും ഒക്കെ ഈ കന്നി രാശിക്കാർക്ക് മാറി വരാവുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. എഴുത്തുകാർ, കലാകാരന്മാർ തുടങ്ങിയുള്ളവർ ഈ കൂറിലുള്ളവർക്ക് പലവിധ കീർത്തിയും അംഗീകാരവും കിട്ടാനും സാധ്യതയുണ്ട്. മെയ് 19 രാഹു 6-ലും കേതു 12-ലും വരികയാണ്. അതിനാൽ എത്ര ഉറ്റവരും ഉടയവരും ആയിരുന്ന പോലും ആൾക്കാരെ ശരിയായി പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത് ഇടപെടാൻ ശ്രദ്ധിക്കുക. രഹോബന്ധം വിശേഷിച്ചും പരീക്ഷിച്ചിട്ടു ചെയ്യണം. സൗഹൃദ ബന്ധങ്ങളെല്ലാം വന്നെത്തുന്ന ആൾക്കാരെ നല്ലവണ്ണം പഠിച്ച് വിലയിരുത്തിയിട്ട് ഉറപ്പിക്കണം. അല്ലെങ്കിൽ ഇത്തരം സന്ദർഭത്തിൽ രൂപപ്പെടുന്ന സൗഹൃദം ഭാവിയിൽ വൈഷമ്യമായി മാറും. കേതു വ്യയസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ വാഹനം ഓടിക്കുന്നവർ, ദീർഘയാത്ര ചെയ്യുന്നവർ, അമിത വേഗതയിൽ സഞ്ചരിക്കുന്നവരെല്ലാം യാത്രയിൽ വളരെ ശ്രദ്ധിക്കണം. എന്നു മാത്രവുമല്ല, ഉറ്റവരുടയവർ, സഹോദരങ്ങൾ തുടങ്ങിയുള്ള നമ്മൾ നിയർ ആൻഡ് ഡിയർ എന്ന് പറയുന്ന വേണ്ടപ്പെട്ട ആൾക്കാർക്ക്, ഈ കന്നി കൂറുകാർക്ക് അവരുടെ വേണ്ടപ്പെട്ട ചിലർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ മനോവേദന ഉണ്ടാകാനുള്ള സന്ദർഭവും വരും. അതിനാൽ
കന്നിക്കൂറുകാർ ശിവന് മൃത്യുഞ്ജയം, ചാമുണ്ഡി നാഗർ, വിഷ്ണു, ഒപ്പം മുരുകൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ ആവും വിധം ഈശ്വരാധീനം വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. അഥവാ അത്തരം സ്ഥലത്ത് പോകാൻ പല കാരണത്താലും ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്തരം ദേവതകളെ ഇരിക്കുന്നിടത്തിരുന്ന് ഉപാസിച്ചാലും അതിൻ്റെതായ ഗുണം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കില്ല. അടുത്ത രാശി തുലാമാണ്. തുലാം രാശിയിൽ ചിത്തിരയുടെ രണ്ടാം പകുതിയും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് തുലാം രാശി. തുലാം രാശിക്ക് തൽക്കാലം 2.5 വർഷം ശനി വിപരീതമല്ല എന്ന് മാത്രമല്ല, ശനി അനുകൂലമായി നിലകൊള്ളുകയാണെന്ന് പറയാം. എങ്കിലും ശനി കുറെ കൂടി ഗുണം കിട്ടുന്നതിന് വേണ്ടി നേരത്തെ ശനിദോഷം മാറാൻ മറ്റ് രാശിക്കു പറഞ്ഞ ഈശ്വരോപാസന തുലാം രാശിക്കാരൻ ചെയ്യുക. തുലാം രാശിക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്താണ്. കാറ്റുള്ളപ്പോൾ തൂറ്റണമെന്നാണല്ലോ പ്രമാണം. വ്യാഴം ഭാഗ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നതിനാൽ ഇത് കഴിഞ്ഞ് ഈ വർഷം അവസാനത്തോടുകൂടി ഇതേ വ്യാഴം ഉച്ചരാശിയിൽ അവർക്ക് കർമ്മസ്ഥാനത്തും വരും. അതിനാൽ ഇനി അങ്ങോട്ട് അവർക്ക് ശ്രദ്ധിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാക്കി മാറ്റാം. അതിലേക്ക് വേണ്ടി വിഷ്ണു പ്രീതി, ധന്വന്തരി പ്രീതി, ഒപ്പം ഭാഗ്യസൂക്താർച്ചന ഇതെല്ലാം നടത്തുക. ഒപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നിങ്ങളുടെ കർമാധിപനും 7ാം ഭാവാധിപതിയുമായ ചൊവ്വ തൽക്കാലം ബലമില്ലാതെ നിൽക്കുകയാണ്. ജോലിയുള്ളവർ, കൊച്ചു കൊച്ചു ബിസിനസ് നടത്തുന്നവർ അഥവാ കർമ്മരംഗത്ത് സജീവമായി നിൽക്കുന്ന ഈ തുലാക്കൂറുകാർ വരുന്ന ഒരു 9 മാസം അവരുടെ കർമ്മരംഗം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു രക്ഷിച്ചില്ലെങ്കിൽ കർമ്മരംഗത്ത് പലതരത്തിലുള്ള വിപരീത അനുഭവങ്ങൾ ഉണ്ടാകും. അത് വരാതിരിക്കാൻ ഭദ്രകാളിയെയും മുരുകനെയും കൂടി തൊഴുക. ഇതാണ് പൊതുവിൽ തുലാക്കൂറുകാർക്കുള്ള ഫലം. രാഹുവും കേതുവും അത്രത്തോളം ബുദ്ധിമുട്ടെന്ന് പറയാനില്ല. എങ്കിലും രാഹുവിന്റെ നില വച്ച് ഇനി ഒരു അല്പകാലം മനസ്സിന്റെ സമാധാനം കുറയാം. അതിനാൽ സർപ്പപ്രീതിയും ചാമുണ്ഡി ഗണപതി പ്രീതിയും കൂടി വരുത്തുക. മൊത്തത്തിൽ ആലോചിക്കുമ്പോൾ 12 രാശിയിൽ ഗുണാനുഭവം ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളതിൽ ഒരു രാശിയാണ് തുലാം രാശി. അടുത്ത രാശി വൃശ്ചികമാണ്. വൃശ്ചികൻ രാശിയുടെ 5ൽ ശനിയും
മെയ് 14 അഷ്ടമത്തിൽ വ്യാഴവും 19 4 രാഹുവും 4 കർമ്മസ്ഥാനത്ത് കേതുവുമാണ്. ഇത്തരം സന്ദർഭത്തിലാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പൊടിപൂരം ആയിരിക്കുമെന്ന് സാധാരണ പറയുന്നത്. കാരണം എല്ലാം കൂടി വശക്കേടുകൾ മാത്രം പറ്റിപ്പിടിച്ചു നിൽക്കുന്ന ഒരു സമയം. വള്ളിക്കുടലിൽ കുടുങ്ങിയ ഒറ്റയാനെന്നൊരു പ്രയോഗമുണ്ട്. ആനയ്ക്ക് വലിയ ബലമാണ്, പക്ഷെ അത് സ്വന്തം ബലത്തിൽ ഇങ്ങനെ വിശ്വസിച്ച് ചെന്നൊരു വള്ളിക്കുടലിൽ കയറി. ചെറിയ ചെറിയ കാട്ടുവള്ളികളാണ് ഇവ, അതിനകത്ത് കയറിപ്പോയി. ഇറങ്ങാനും വയ്യ, നിൽക്കാനും വയ്യ. സംഗതി കൊച്ചു വള്ളിയാണെങ്കിലും ഇതിൽ കുരുങ്ങിപ്പോയി. തൻ്റെ ബലം അവിടെ ചെലവാകാതെ വന്നു. അതുപോലെ വള്ളിക്കുടലിൽ കയറിയ കൊമ്പനെ പോലെ അവിവേകം കാണിക്കുന്ന ഈ വൃശ്ചിക രാശിക്കാർ. വൃശ്ചികൻ രാശിയിലുള്ള നക്ഷത്രം എന്ന് പറയുമ്പോൾ വിശാഖത്തിന്റെ അവസാന പാദവും അനിഴവും കേട്ടയും. ഇവർ വളരെ ശ്രദ്ധിക്കണം. ചിലപ്പോ ചിലരെങ്കിലും ഇവരോട് പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ മറ്റു പല നക്ഷത്ര പ്രവചനത്തിൽ പറഞ്ഞിരിക്കും, ഫലപ്രവചനത്തിൽ പറഞ്ഞിരിക്കും, ഇനി വൃശ്ചിക കൂറുകാർക്ക് നല്ലതാണ്, കാരണം കണ്ടകശനി അങ്ങോട്ട് മാറി, ശനിയൊക്കെ മാറിയതുകൊണ്ട് ഇനി വലിയ മെച്ചമായിരിക്കും. അങ്ങനെ അല്ല സ്ഥിതി. ശനിയിൽ നിന്നും ദോഷമില്ലെങ്കിലും മറ്റുള്ള ഗ്രഹങ്ങൾ അത്രത്തോളം നല്ല രീതിയിലല്ല എന്ന് മാത്രമല്ല, ശനി ഈ വൃശ്ചിക കൂറുകാർക്ക് ഇപ്പോ വന്നിരിക്കുന്നത് ആത്മസ്ഥാനത്താണ്. പലവിധങ്ങളായ വിപരീതങ്ങൾ വന്ന്, ശനിയുടെ പേരെ മന്ദൻ എന്നാണ്. നമ്മുടെ മനസ്സിനെ ഒന്ന് മന്ദീഭവിപ്പിക്കാവുന്ന നിലയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ശനി കൊണ്ടെത്തിക്കും. അതിനാൽ വൃശ്ചികൻ രാശിക്കാർ, വൃശ്ചികത്തിന്റെ പേരെ തേളെന്നാണ്. തേളിനൊരു സ്വഭാവമുണ്ട്. അത് അതിൻ്റെ വാലുകൊണ്ട് മറ്റുള്ളതിനെയൊക്കെ കുത്തി കുത്തി എന്നെങ്കിലും ഒരിക്കൽ അതറിയാതെ അതിൻ്റെ വാല് തൻ്റെ ശരീരത്തിൽ കുത്തുമ്പോഴാണ് അതും ചാവുന്നത്. ഈ വൃശ്ചികൻ രാശിക്കാർക്ക് ഈ തേളിന്റെ കാര്യം പറഞ്ഞതുപോലെ ബുദ്ധിമോശം കൂടെ കൂടെ സംഭവിക്കുന്നവരാണ്. അത് ആ രാശിയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ബുദ്ധിമോശം വരാതിരിക്കാൻ ഈ കാലയളവിൽ വൃശ്ചികൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന നടത്തണമെന്നും കൂടി ഇവിടെ സൂചിപ്പിക്കണം. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ പാദം ചേർന്നതാണ് ധനുക്കൂർ. ധനുക്കൂറുകാർക്ക്, ഈ രാശിക്കാർക്ക് ശനി വീണ്ടും കണ്ടകനായി ഈ മാർച്ച് 29 മുതൽ വന്നിരിക്കുകയാണ്. കണ്ടക ശനി വന്നതിനാൽ ശനിദോഷം മാറ്റുന്നതിനു വേണ്ടി മറ്റ് രാശികളിൽ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളും ധനുക്കൂറുകാർ ചെയ്യണം. മെയ് 14 ആകുമ്പോൾ വ്യാഴം ഇവർക്ക് നിവർത്തി സ്ഥാനത്ത് വരികയാണ്. വ്യാഴം നിവർത്തി സ്ഥാനത്ത് വരുന്നത് ധനുക്കൂറുകാർക്ക് വളരെ നല്ലതാണ്. കാരണം ധനുക്കൂറുകാരുടെ ജന്മാധിപനാണ് വ്യാഴം. ഈ ജന്മാധിപൻ 7-ൽ വരുന്നു എന്ന് പറയുമ്പോൾ
എങ്ങനെ നടക്കുന്ന കൂറുകാർക്കും കുറച്ച് മെച്ചപ്പെട്ട അവസ്ഥ വരും. സാമ്പത്തികമായോ ഔദ്യോഗികമായോ ധനപരമായോ മക്കളുടെ വിവാഹത്തിലൂടെയോ എന്തു തന്നെയായാലും കുറെ മെച്ചപ്പെട്ട അവസ്ഥ ഈ വേഴത്തിന്റെ മാറ്റം ധനുക്കൂറുകാർക്ക് കൊടുക്കും. എന്നാൽ 12ാം ഭാവാധിപത്യവും 5ാം ഭാവാധിപത്യവുമുള്ള ചൊവ്വ ഈ രാശിയുടെ അഷ്ടമത്തിൽ ബലമില്ലാതെ നിൽക്കുന്നതിനാൽ ധനുരാശിക്കാർ യാത്ര ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും മക്കളുടെ കാര്യത്തിൽ അവരുടെ നന്മയ്ക്കായി അവരുടെ നാളിലും പേരിലും കൂടി ഭാഗ്യസൂക്ത അർച്ചന നടത്തണമെന്നും മക്കളുടെ വിദേശയാത്ര തുടങ്ങിയുള്ള കാര്യങ്ങളിൽ എടുത്തുചാടി പണം കൊടുക്കുകയും പെട്ടെന്ന് തീരുമാനമെടുക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും ഏതും ആലോചിച്ചുറച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണമെന്നും പറയേണ്ടിയിരിക്കും. ഇവരുടെ 3-ൽ രാഹുവും ഭാഗ്യസ്ഥാനത്ത് കേതുവും വരികയാണ്. മെയ് 19 കേതു ഭാഗ്യസ്ഥാനത്തുള്ളത് കൊണ്ട് നല്ലവണ്ണം ചാമുണ്ഡി ഗണപതി ഭജനം നടത്തണം. അല്ലെങ്കിൽ കേതു അവിടെ വന്നത് നിമിത്തം അകാരണമായി നമുക്ക് ഭാഗ്യമായി വന്നു ചേരാവുന്ന ചിലത് അജ്ഞാതമായ കാരണം കൊണ്ട് തട്ടിത്തെറിപ്പിക്കാം. കേതു അവിടെ നിൽക്കുന്നതിന് അതുണ്ടാകാതെ നമുക്ക് ലഭിക്കേണ്ടത് നമുക്ക് തന്നെ ലഭിക്കുന്നതിന് ഗണപതിയെയും ചാമുണ്ടിയെയും തൊഴുക, സർപ്പപ്രീതിക്ക് നാഗങ്ങളെയും തൊഴുക. അങ്ങനെ തൊഴുതു മുന്നോട്ട് പോയാൽ ധനുക്കൂറുകാർക്ക് ദീർഘകാലം അവർ അസാധ്യമെന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച പല കാര്യങ്ങളും പോലും നടത്തിയെടുത്ത് എനിക്കത് സാധിച്ചു എന്ന് രണ്ടാമത് ആശ്വസിക്കാൻ പറ്റിയ ഒരു നല്ല കാലമാണ് ഈ നടപ്പുകാലം. അടുത്ത രാശി മകരം. ഉത്രാടത്തിന്റെ അവസാന 3 പാദവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ പാദവും പകുതിയും ചേർന്നതാണ്. അവിട്ടത്തിന്റെ ആദ്യത്തെ പകുതിയും ഒത്തുചേർന്നതാണ് മകരക്കൂർ. ഈ മകരക്കൂറുകാർക്ക് ദീർഘകാലമായി നിലനിന്ന 7.5 ശനി വിട്ടുമാറിയിരിക്കുകയാണ്. 7.5 ശനി വിട്ടുമാറുക എന്ന് പറയുന്നത് ഒരു വലിയ ആശ്വാസം. ഇനി അവർ ഉദ്ദേശിച്ച എല്ലാ നല്ല കാര്യങ്ങളുടെയും വേഗത വർദ്ധിക്കും. ഈ മെയ് 14 മുതൽ അവർക്ക് വ്യാഴം 6-ലാണ്. വ്യാഴം 6-ല് വരുന്നത് മുതൽ ഈ മെയ് മുതൽ ധനപരമായ കാര്യങ്ങളിൽ വളരെ ജാഗ്രതയോടുകൂടി ഇടപെടണം. കാരണം മകരക്കൂറുകാരുടെ വ്യയാധിപനും കൂടിയാണ് വ്യാഴം. രേഖകളില്ലാതെ പണം കൊടുക്കുക, കിട്ടുമെന്ന് ഉറപ്പില്ലാതെ കൊടുക്കുക, ധനപരമായ കാര്യത്തിൽ നാം കരുതലോടെ ഇടപെട്ടില്ലെങ്കിൽ രണ്ടാമത് പശ്ചാത്താപത്തിന് ഈ വ്യാഴം കാരണമൊരുക്കും എന്ന് കാണുന്നു. എന്നു മാത്രവുമല്ല,
മെയ് 19 മുതൽ ഇവർക്ക് രാഹു 2-ലും കേതു അഷ്ടമത്തിലുമാണ്. അഷ്ടമത്തിൽ കേതു നിന്നാൽ കുറച്ച് കഷ്ടപ്പെടുത്താനാണ് സാധ്യത. 2-ല് രാഹു നിൽക്കുമ്പോൾ അത് ധനസ്ഥാനവും കൂടിയാണ്. ധനം കൊണ്ടുള്ള കുറച്ച് വിഷമവും വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ 7.5 ശനി മാറി നടു നിവർന്ന് മുന്നോട്ട് കുതിക്കാൻ പോവുകയാണ്. കാര്യങ്ങളെല്ലാം ശരി. എങ്കിലും ക്രയവിക്രയത്തിലും ധനപരമായ കാര്യത്തിലും അതീവ ജാഗ്രത നിലനിർത്തി മുന്നോട്ട് പോകണം എന്നുകൂടി സൂചിപ്പിക്കുന്നു. വിഷ്ണു, ചാമുണ്ഡി, നാഗര്, അയ്യപ്പൻ, ആഞ്ജനേയൻ, ശനീശ്വരൻ എന്നിവയെ കൂടി പ്രാർത്ഥിച്ചാൽ ഈ മകരക്കൂറുകാർക്ക് ദീർഘകാലമായി നിലനിന്ന ഒരു നിശ്ചലാവസ്ഥ മാറി പുരോഗതിയിലേക്ക് നീങ്ങാൻ കഴിയും. അടുത്ത രാശി കുംഭമാണ്. അവിട്ടത്തിന്റെ 2-ാം പകുതിയും ചതയവും പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 3/4 ഭാഗവും ചേർന്നതാണ് കുംഭക്കൂർ. ഈ കുംഭരാശിക്കാർക്ക് ഇനിയും 2.5 വർഷം കൂടി 7.5 ശനിയുണ്ട്. അതിനാൽ ശനിപ്രീതിക്ക് നേരത്തെയുള്ള രാശികളിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ഈ രാശിക്കാർ ചെയ്യണം. എന്നു മാത്രമല്ല, ശനി ഏറ്റവും ഗുണം ചെയ്യുന്ന രാശിക്കാരാണ് കുംഭംകൂർ. അതുകൊണ്ട് ശനിയെ ഭജിച്ചാൽ, ശനിയെ അനുകൂലമാക്കി നിർത്തിയാൽ എത്ര മോശപ്പെട്ട സമയത്തും സൽഗുണങ്ങൾ ശനി നൽകുന്ന ഒരു രാശിയാണ് കുംഭൻ രാശി. അതുകൊണ്ട് ഒന്നാമതായി നിങ്ങൾ ആ ശനിയെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. എങ്കിലും ഒരു ഓർമ്മ മനസ്സിൽ വയ്ക്കണം, 7.5 ശനി നിലനിൽക്കുകയാണെന്നുള്ള ഓർമ്മയും ഒപ്പുവയ്ക്കുക. ഈ കുംഭൻ രാശിക്കാർക്ക് മെയ് 14 വ്യാഴം 5-ല് വരിക. വ്യാഴം 5-ല് വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വപ്നം കാണുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ, ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ സഫലമാകാൻ പോവുകയാണ്. ചിലപ്പോൾ മക്കളുടെ വിവാഹമാകാം, ചിലപ്പോൾ മക്കൾക്ക് ജോലിയാകാം, അല്ലെങ്കിൽ തൻ്റെ തന്നെ പുതിയ പഠനമോ അല്ലെങ്കിൽ വിദേശ യാത്രയോ. പല കാര്യങ്ങളും ദീർഘകാലമായി നമ്മുടെ മനസ്സിൽ നമ്മൾ താലോലിക്കുന്ന ചില സ്വപ്നങ്ങൾ പൂവണിയാൻ പോവുകയാണ്. അത് സഫലമാകുന്നതിന് വിഷ്ണു പ്രീതി വരുത്തിക്കൊണ്ടിരിക്കുക. ഒപ്പം ഭാഗ്യസൂക്ത അർച്ചനയും നടത്തുക. മെയ് 19 മുതൽ ഈ കുംഭരാശിക്കാർക്ക് അവരുടെ ജന്മത്തിൽ രാഹുവും 7-ൽ കേതുവും വരികയാണ്. പാമ്പ് നിങ്ങളെ ചുറ്റി നിൽക്കുന്നു എന്നർത്ഥം. അപ്പോൾ പാമ്പ് തരുന്നത് വിഷമാണ്. വിഷമെന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം വിഷമിപ്പിക്കുന്നതാണ്. ഇതെല്ലാം ആണെങ്കിലും നമ്മളെ ഇടയ്ക്കിടയ്ക്ക് അലോരസപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കും. അതൊഴിവാക്കുന്നതിന് സർപ്പസന്നിധികളിൽ പോവുക, ആഹാരം നല്ലവണ്ണം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇണങ്ങിയതും കഴിക്കാൻ പാടുള്ളതും ആയ ആഹാരം മാത്രം കഴിക്കുക. കിടന്നുറങ്ങുന്ന സ്ഥലം പോലും അലർജിയും മറ്റും വരാത്തതാണെന്ന് ഉറപ്പുവരുത്തുക. ശീതോഷ്ണങ്ങൾ, ചൂട്, തണുപ്പ് തുടങ്ങിയുള്ള കാര്യങ്ങളിൽ
എപ്പോഴും വളരെ ശ്രദ്ധിക്കുക. അങ്ങനെ വന്നാൽ അതിൽ ബുദ്ധിമുട്ടില്ല. 7ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതിനാൽ മുൻകോപമുള്ളവർ, എടുത്തുചാട്ടക്കാർ, വിവാഹം കഴിച്ച് ഇപ്രകാരം സ്വഭാവമുള്ളവർ അവരുടെ കുടുംബ ജീവിതത്തിന് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയുമായി പല വിധത്തിൽ ചിലപ്പോൾ സ്വരച്ചേർച്ച ഇല്ലാതെ ആകാവുന്ന സാഹചര്യമോ, ജീവിത പങ്കാളിക്ക് അല്ലെങ്കിൽ മറ്റാദിവ്യാധികൾ എന്തെങ്കിലും വന്ന് നമുക്ക് മനക്ലേശം ഉണ്ടാകുന്ന സന്ദർഭമോ വരാം. അതൊഴിവാക്കുന്നതിന് വേണ്ടി ചാമുണ്ടിയെയും അതുപോലെ നാഗരെയും ഗണപതിയെയും കൂടി ഭജിക്കുക. പൊതുവിൽ വിലയിരുത്തുമ്പോൾ ഈ കുംഭക്കൂറുകാർക്ക് കൂടുതൽ ഗുണാനുഭവം വരാനാണ് സാധ്യത. ബാക്കിയെല്ലാം നിഴല് പോലെ വന്ന് അങ്ങ് മാറുന്നതേ ഉള്ളൂ. കാരണം ശനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാശിയാണ് കുംഭരാശി. ഇനി അടുത്തതും ഏറ്റവും ഒടുവിലത്തേതുമായ 12ാമത്തെ രാശിയാണ് മീനം. പൂരുരുട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും കൂടി ചേർന്ന രാശിയാണ് മീനം. ഈ കൂറുകാർക്ക്, ഈ രാശിക്കാർക്ക് ജന്മത്തിൽ ശനി നിൽക്കുകയാണ്. 7ാം ശനിയിൽ തന്നെ ജന്മശനി എന്ന് പറഞ്ഞാൽ കരിമല കയറ്റം കഠിനം അയ്യപ്പോ എന്ന് പറഞ്ഞതുപോലെ ഈ കുറച്ച് കടുപ്പം കൂടുതലെന്നാണ് ജ്യോതിഷ ശാസ്ത്രം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അയ്യപ്പ, ആഞ്ജനേയ, ശനീശ്വര ഉപാസനയ്ക്ക് പുറമെ ഈ കൂറുകാർ ശനിയാഴ്ച വ്രതവും കൂടി എടുക്കുക. അന്ന് മത്സ്യമാംസാദിയൊക്കെ മാറ്റി സാധ്യമായിടത്തോളം അയ്യപ്പനെ ഭജിച്ച് നീരാഞ്ജനം നടത്തി നമ്മുടെ മിടുക്കൊന്നും 2.5 വർഷത്തേക്ക് മൊത്തവും പുറത്തെടുക്കാതെ അനുസരണം സഹവർത്തിത്വവും ക്ഷമയും ശീലിച്ച് മുന്നോട്ട് പോകും. മെയ് 14-ാം തീയതി വ്യാഴം 4-ൽ വരുന്നതിനാൽ ഇതൊക്കെയാണെങ്കിലും ഇതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് പുതിയ വീട് വയ്ക്കാനോ, പുതിയ വീട് വാങ്ങാനോ, ഉള്ള വീട് നന്നാക്കാനോ, വീട്ടിലുള്ളവർക്ക്, മക്കൾക്കോ വേണ്ടപ്പെട്ടവർക്കോ പുതിയ ജോലി കിട്ടാനോ, വീടുമായി ബന്ധപ്പെട്ട് പലവിധ ഗുണാനുഭവങ്ങൾക്കും സാധ്യത ഉണ്ട്. എന്നാൽ മെയ് 19-ന് രാഹു വ്യയസ്ഥാനത്ത് വരികയാണ്. അവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആഹാരം കഴിക്കുന്നതിൽ അങ്ങേറ്റം ശ്രദ്ധ കാണിക്കണം. കഴിക്കാൻ പാടില്ലാത്ത ആഹാരം മാത്രമല്ല, ഇന്നിടത്തുനിന്ന് ആഹാരം കഴിച്ചാൽ എനിക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരുമെന്നുണ്ടെങ്കിൽ അവിടുന്ന് പോലും കഴിക്കാതിരിക്കുകയും ചെയ്യുക. അപ്പൊ ആഹാര നീഹാരാദികളിൽ ശ്രദ്ധിക്കുക. ഞാൻ ഈ സൂചിപ്പിച്ചെന്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹോട്ടലിലെ ഭക്ഷണം എനിക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നിയാൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കരുത്. അങ്ങനെയുള്ള ഒരു സമയമാണിത്. അതുപോലെ തന്നെ കേതു 6-ലാണ്. വഴിയേ പോകുന്ന ആള് നമ്മുടെ ശത്രുവായി മാറാവുന്ന, വയ്യാവേലിയായി മാറാവുന്ന ഒരു സമയമാണ് മീനക്കൂറുകാർക്ക്. അതുകൊണ്ട് ആര് വന്നാലും ആദ്യം മനസ്സിൽ കരുതുക, ഈ വരുന്ന ആൾ ഇനിയിപ്പോ ഉടനെ എൻ്റെ ശത്രുവാകുമെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് മിണ്ടണ്ട എന്നല്ല. നമ്മൾ ആരുമായും പിണങ്ങാതെ സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകാൻ വളരെ ശ്രദ്ധിക്കണം. പിണങ്ങി പോകുന്ന സന്ദർഭങ്ങൾ പോലും വരാം. അതുപോലെ സ്കൂട്ടർ, ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ നിർബന്ധമായും ഹെൽമറ്റ് വച്ചേ വണ്ടി ഓടിക്കാവൂ. ബാക്കി അതിനകത്തുണ്ട്.
അതുപോലെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചനയും നടത്തണം. ഇത്രയും ശ്രദ്ധിച്ചാൽ വ്യാഴം അനുകൂലമായി നിൽക്കുന്നതിനാൽ മേനൻ രാശിക്കാർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കും. ഒന്നും കൂടി പറയാം, ലോകത്ത് ഗുണം മാത്രമായിട്ടുള്ള ഒരു കാലവും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. ദോഷം മാത്രമുള്ള ഒരു കാലവും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. അപ്പൊ ഗുണദോഷം അത് ആപേക്ഷിക്കണം. ഒരു ദോഷം എല്ലാവരെയും ബാധിച്ചു കൊള്ളണമെന്നില്ല, ഒരു ഗുണം എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നുമില്ല. നാം എങ്ങനെയാണോ ഈ കാലത്തെ സമീപിക്കുന്നത്, കാലം അപ്രകാരം നമ്മളെയും സമീപിക്കും. നമ്മൾ ഗുണകരമായി എനിക്കിതിനെ രൂപപ്പെടുത്തണമെന്ന് വിചാരിച്ച് അതേ ഇച്ഛാശക്തിയിൽ മുന്നോട്ട് നീങ്ങിയാൽ എത്ര മോശപ്പെട്ട കാലത്തും നമുക്ക് ഗുണമേ ഉണ്ടാവും. എത്ര നല്ല കാലത്തും ഇതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ എന്തോ ഒരു സംഭവമാണെന്ന് പറഞ്ഞ് തിരുനക്കര കാളയെ പോലെ തോന്നിയതുപോലെ നടന്നാൽ അവർക്ക് ദോഷമല്ലാതെ നല്ലത് വരാനുള്ള സാധ്യത കുറവുമാണ്. നന്ദി, നമസ്കാരം.